മക്കൾസ് അറക്കലിന്റെ മനക്കലിലേക്ക് സ്വാഗതം. നമ്മൾ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ, സെൽ ദാറ്റ് ബിക്കം ഡോട്ടർ സെൽസ്, കുഞ്ഞായി മാറുന്ന കോശങ്ങൾ. ആ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഫസ്റ്റ് ടോപ്പിക്കാണത് വ്യത്യസ്ത ജീവികളുടെ റീപ്രൊഡക്ഷൻ മെത്തേഡുകൾ. നമ്മുടെ റീപ്രൊഡക്ഷൻ മെത്തേഡ് എങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയാം. സ്പേമും ഓവും തമ്മിൽ കണ്ടുമുട്ടി കൂടിച്ചേർന്ന് സൈഗോട്ട് ഉണ്ടാകുന്നു. സൈഗോട്ട് പിന്നീട് എംബ്രിയോ ആയി മാറുന്നു. ആ എംബ്രിയോ പിന്നീട് ഗർഭാശയത്തിൽ യൂട്രസിൽ വളരുന്നു. എന്നിട്ട് ഒരു 9 മാസം 10 ദിവസം കഴിയുമ്പോൾ പാർച്ചുറേഷൻ, പ്രസവം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ എന്ത് ചെയ്യുന്നു, കുട്ടി പുറത്തേക്ക് വരുന്നു. ഇതാണ് നമ്മളെ കേസിലുള്ളത്. എന്നാൽ എല്ലാ ജീവികളിലും ഇതേപോലെയാണോ? എല്ലാ ജീവികളും പ്രസവിക്കുകയാണോ ചെയ്യുന്നത്? അല്ലെങ്കിൽ എല്ലാ ജീവികളും മുട്ടയിടാണോ ചെയ്യുന്നത്? എങ്ങനെയാണ് ഓരോ ജീവികളിൽ അല്ലെങ്കിൽ ഓരോ സസ്യങ്ങളിൽ ഓരോ മൈക്രോ ഓർഗാനിസം, പാവപ്പെട്ട കുറെ ജീവികളുണ്ടല്ലോ, ബാക്ടീരിയ പോലെയുള്ള കുഞ്ഞു കുഞ്ഞു ജീവികൾ, ആ കുഞ്ഞു കുഞ്ഞു ജീവികളൊക്കെ എങ്ങനെയാണ് റീപ്രൊഡക്ഷൻ എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം ജീവികളിലെ പ്രത്യുൽപാദനമാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് അമീബയെ കുറിച്ച് സംസാരിക്കാം. അമീബ, പാരമീസിയം, യൂഗ്ലീന, ബാക്ടീരിയ. അമീബ, പാരമീസിയം, യൂഗ്ലീന, ബാക്ടീരിയ. ഈ പറഞ്ഞ 4 ജീവികളുടെയും റീപ്രൊഡക്ഷൻ മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ ബൈനറി ഫിഷൻ അഥവാ ദ്വിവിഭജനം. ഏത് വിഭജനം? ദ്വിവിഭജനം. അമീബ, പാരമീസിയം, യൂഗ്ലീന, ബാക്ടീരിയ. അമീബ, പാരമീസിയം, യൂഗ്ലീന, ബാക്ടീരിയ. 4ന്റെയും എങ്ങനെയാണ്? ബൈനറി ഫിഷൻ ആണ് അഥവാ ദ്വിവിഭജനമാണ്. ദ്വിവിഭജനം. ഓക്കെ, അങ്ങനെയെങ്കിൽ പ്ലാസ്മോഡിയത്തിന്റെ കേസിൽ ദ്വിവിഭജനമല്ല, മൾട്ടിപ്പിൾ ഫിഷൻ അഥവാ ബഹുഭംഗമാണ്. അതായത് ഇവിടെ ഒരു സെല്ല് 2 സെല്ലായിട്ടാണ് മാറുന്നത്. പക്ഷെ പ്ലാസ്മോഡിയത്തിന്റെ കേസിൽ അങ്ങനെയല്ല. ഒരു സെല്ല് എന്ത് ചെയ്യുന്നു, ഇഷ്ടംപോലെ സെൽസ് ആയിട്ട് മാറുന്നു. അതാണ് എന്ത് പ്ലാസ്മോഡിയത്തിന്റെ കേസിലുള്ളത്. അതാണ് മൾട്ടിപ്പിൾ ഫിഷൻ അല്ലെങ്കിൽ ബഹുഭംഗം. ഓക്കെ, അപ്പൊ അമീബയുടെ കേസിലും ബാക്ടീരിയയുടെ കേസിലും പാരമീസിയത്തിന്റെ കേസിലും യൂഗ്ലീനയുടെ കേസിലൊക്കെ ഏതാണ്? ബൈനറി ഫിഷൻ ആണ്, ദ്വിവിഭജനമാണ്. ഒരു സെല്ല് 2 സെല്ലായി മാറുന്നു. പ്ലാസ്മോഡിയത്തിന്റെ കേസിലാണെങ്കിൽ മൾട്ടിപ്പിൾ ഫിഷൻ ആണ്. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ പ്ലനേറിയ, അതുപോലെ തന്നെ ഹൈഡ്ര. ഈ പ്ലനേറിയയുടെയും ഹൈഡ്രയുടെയും കേസിൽ റീജനറേഷൻ അഥവാ പുനരുൽപ്പത്തി, അതായത് അവരുടെ ബോഡി പാർട്ടിൽ ഏതെങ്കിലും ഒരു പാർട്ട് എന്ത് ചെയ്യുന്നു, പുതിയൊരു ഓർഗാനിസമായി മാറുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മനുഷ്യന്റെ കേസ് ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, മനുഷ്യൻ ഇങ്ങനെയല്ല കേട്ടോ, മനുഷ്യന്റെ കേസ് ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ കൈ ഒരു പാർട്ടാണല്ലോ, അതൊരു ജീവിയായി മാറുന്നു, അല്ലെങ്കിൽ അതൊരു മനുഷ്യനായി മാറുന്നു. കാല് വേറൊരു മനുഷ്യനായി മാറുന്നു. തല വേറൊരു മനുഷ്യനായി മാറുന്നു. അതുപോലെ പ്ലനേറിയ എന്ന് പറയുന്ന ആ ഒരു ജീവിയുടെ ഒരു പാർട്ട് എന്ത് ചെയ്യുന്നു, വേറൊരു പ്ലനേറിയ ആവുന്നു, മറ്റൊരു പാർട്ട് വേറൊരു പ്ലനേറിയ ആവുന്നു. അങ്ങനെ എന്ത് സംഭവിക്കുന്നു? റീജനറേഷൻ, പുനരുൽപ്പത്തി സംഭവിക്കുന്നു. അതാണ് പ്ലനേറിയന്റെ കേസിൽ. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, പ്ലനേറിയ, ഹൈഡ്ര ഏതാണ് അതിന്റെ റീപ്രൊഡക്ഷൻ മെത്തേഡ്? റീജനറേഷൻ അഥവാ പുനരുൽപ്പത്തി എന്ന് മാത്രം ഓർത്തു വെച്ചാൽ മതി. നെക്സ്റ്റ് വൺ ഈസ്റ്റ് ആണ്. സോ ഈസ്റ്റിന്റെ റീപ്രൊഡക്റ്റീവ് മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ ബഡ്ഡിംഗ് ആണ് അഥവാ മുകുളനമാണ്. ബഡ്ഡിംഗ് അല്ലെങ്കിൽ മുകുളനം. ഈസ്റ്റിന്റെ എന്താണ്? ബഡ്ഡിംഗ് അല്ലെങ്കിൽ മുകുളനം. ഓർത്തു വെക്കുക, ഈസ്റ്റ്, ബഡ്ഡിംഗ് അല്ലെങ്കിൽ മുകുളനം. അപ്പൊ ബാക്ടീരിയന്റെ കേസ് ഏതാണ്? ബൈനറി ഫിഷൻ. ബാക്ടീരിയൽ ബായുണ്ട്, ബൈനറി ഫിഷിലും ബായുണ്ട്. അങ്ങനെ ഓർത്തു വെക്കുക. അമീബ ഏതാണ്? ബൈനറി ഫിഷൻ തന്നെ. അമീബയിലും ബായുണ്ട്, ബൈനറി ഫിഷിലും ബായുണ്ട്. പിന്നെ പാരമീസിയത്തിലും യൂഗ്ലിനയിലും ബാ ഇല്ല, പക്ഷെ അതും എന്താണ്? ബൈനറി ഫിഷൻ ആണ്. ഓക്കെ അല്ലേ? ഇനി അങ്ങനെയെങ്കിൽ ചില പ്ലാന്റ്സുകൾ ഇവിടെ നോക്കൂ സുഹൃത്തുക്കളെ. കറിവേപ്പ്, മിന്റ് അഥവാ കറിവേപ്പ് മീൻസ് കറി ലീഫ്. ഓക്കെ, മിന്റ് മീൻസ് പൊതീന. മിന്റ് ടീ, മിന്റ് ലൈം ഒക്കെ കേട്ടിട്ടില്ലേ? പൊതീന, മിന്റ്. അതൊക്കെ എങ്ങനെയാണ് പുതിയ ചെടികൾ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ ദാറ്റ് ന്യൂ പ്ലാന്റ്സ് ഗ്രോ ഫ്രം റൂട്ട്. അത് പുതിയൊരു കറി ലീഫ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, പുതിയൊരു കറി ലീഫിന്റെ തൈ അല്ലെങ്കിൽ അതിന്റെ ചെടി കിട്ടണമെന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണ് പുതിയ ചെടി ഉണ്ടാവുകയെന്ന് ചോദിച്ചാൽ ന്യൂ പ്ലാന്റ്സ് ഗ്രോ ഫ്രം റൂട്ട്. വേരിൽ നിന്നാണ് പുതിയ തൈ ഉണ്ടാവുന്നത്. വേരിൽ നിന്നാണ് പുതിയ ചെടി ഉണ്ടാകുന്നത്. ഒരു കറി ലീഫ്, കറിവേപ്പ്, നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ മുകളിൽ വേപ്പിന്റെ ഇട്ട് കൊടുക്കുമല്ലോ, ആ കറിവേപ്പിന്റെ പുതിയ തൈ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ അതിന്റെ വേര് കുഴിച്ചിട്ടാലാണ് പുതിയ തൈ ഉണ്ടാവുക. ഓക്കെ അല്ലേ? എന്നാൽ നേരെ മറിച്ച് ഹിബിസ്കസ്, ചെമ്പരത്തി, റോസ് പൂവ്, ഓക്കെ, ഷുഗർ കെയിൻ, കരിമ്പൊക്കെ അല്ലേ, ഇതിന്റെയൊക്കെ നമ്മൾ എന്താ കുഴിച്ചിടല്? വേരാണോ കുഴിച്ചിടല്? അല്ല. ഇനി വിത്തുണ്ടോ? ഇനി വിത്തുണ്ടോ? ഷുഗർ കെയിന് വിത്തുണ്ടോ? കരിമ്പിന് വിത്തുണ്ടോ? ഇല്ലല്ലോ. ചെമ്പരത്തിക്ക് വിത്തുണ്ടോ? റോസിന് വിത്തുണ്ടോ? ഇല്ല. അതിനൊക്കെ നമ്മൾ എന്താ കുഴിച്ചിടുക? അതിനൊക്കെ നമ്മൾ സ്റ്റെമ്മാണ് കുഴിച്ചിടുക, കാണ്ഡമാണ് കുഴിച്ചിടുക. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയ എന്ത് കിട്ടും? പുതിയ ഷുഗർ കെയിൻ തൈയൊക്കെ കിട്ടും, അല്ലെങ്കിൽ പുതിയ ഹിബിസ്കസ് തൈയൊക്കെ കിട്ടും. ഓക്കെ, പിന്നെ അതേസമയം ബ്രയോഫിലം അഥവാ ഇലമുളച്ചിന്റെ കേസിൽ പുതിയൊരു ഇലമുളച്ചി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇലയാണ് കുഴിച്ചിടുക. ഇല ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ കുഴിച്ചിട്ട് വെക്കും, അപ്പൊ പുതിയൊരു ചെടി ഉണ്ടാവും. ഇതാണ് സെറ്റപ്പ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കാം, നമ്മളെ മരച്ചീനി, കപ്പ, ടാപ്പിയോക്ക, ഈ ടാപ്പിയോക്കന്റെ പുതിയൊരു ടാപ്പിയോക്ക തൈ കിട്ടണം. അപ്പൊ നമ്മൾ എന്താ കുഴിച്ചിടാം? വേരാണോ കുഴിച്ചിടാം? ആണോ? വിത്താണോ കുഴിച്ചിടാം? അതിന് ടാപ്പിയോക്ക വിത്തുണ്ടോ? ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും, എന്ത് കുഴിച്ചിട്ടാലാണ് നെക്സ്റ്റ് ടാപ്പിയോക്ക, അടുത്ത മരച്ചീനി കിട്ടുക എന്നുള്ളത് താഴെ നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം. സോ സി യു സൂൺ. അടിപൊളിയായിട്ട് പഠിക്കാൻ നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട അറക്കൽ.